ലീക്കായില്ല, തന്നെ ലീക്കാവാൻ തുടങ്ങി, ഇവിടെ തന്നെ ഒലിക്കാൻ തുടങ്ങി. പിന്നെ അത് നിന്നു, ഒലിക്കലൊന്നുമില്ല, കംപ്ലീറ്റ് ക്ലിയർ ആയി. കാല് കുറെ വണ്ണം കുറഞ്ഞല്ലോ അല്ലേ? ഓ, ഇതിന്റെ അവസ്ഥ എന്താ? ഇത് ശേഷവും ESR ഒന്നും എനിക്ക് ശരിക്കും ഓർമ്മയില്ല, നല്ല കൂടുതലായിരുന്നു. പിന്നെ ഇവിടുത്തെ മരുന്നും പൊടിയും ഗുളികയും ഒക്കെ കഴിച്ച് ഒരു നോർമലായി. ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് നോർമലായി. നോർമൽ പറഞ്ഞാൽ നടക്കാനൊക്കെ പറ്റി, വണ്ടിയൊക്കെ എടുക്കാൻ തുടങ്ങി, പ്രശ്നമൊന്നുമില്ലാതെ ഒക്കെ പോയി. മാർച്ചിലും ഞാൻ മരുന്ന് കണ്ടിന്യൂ ചെയ്തു, നിങ്ങൾ പറഞ്ഞ പദ്യത്തിൽ നിന്ന്. അതായത് നിങ്ങൾ പറഞ്ഞ 100% നിന്നില്ലെങ്കിലും കുറേയൊക്കെ നിങ്ങൾ പറഞ്ഞ രീതിക്ക് നിന്നു. പിന്നെ ഏപ്രിൽ ആകുമ്പോൾ വിഷു എടുക്കെ പദ്യം തെറ്റിച്ച്, ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കാലൊക്കെ പാടെ വീങ്ങി വണ്ണം വെച്ച് പണ്ടത്തെ സ്ഥിതിയായി, പഴയ അവസ്ഥയ്ക്ക്. ഒരു കുറച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മറ്റേ ചെറിയൊരു പാക്കിൽ പൊടി തന്നില്ല, അതും പഴത്തിൽ നിറച്ചിട്ട് വിഴുങ്ങയില്ല, കഴിക്കാനൊന്നും പറ്റില്ല, അത്രയും കയ്പാ, വിഴുങ്ങയില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് കാല് നോർമൽ സ്റ്റേജിലേക്ക്, പഴയ അവസ്ഥയ്ക്ക് വണ്ണൊക്കെ കുറഞ്ഞു. കുറെ തോലൊക്കെ 400 ഉണ്ടായിരുന്നു, CRP 239 എത്തിയാണ് CRP. അതും കൂടി. അത് പിന്നെ ഇപ്പം അതിന്റെ ചെക്ക് ചെയ്ത് ഇപ്പം ഇതുവരെ ചെക്ക് ചെയ്തില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പ്രയാസങ്ങൾ കംപ്ലീറ്റ് തീർന്നു, പ്രയാസങ്ങളൊക്കെ തീർന്നു. ഇത് കാണും എത്ര ലക്ഷം റുപ്യ ബാക്കി കാലിന് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം ഒരു 10 ലക്ഷം റുപ്യ ചെലവാക്കിയാണ് ഈ കാലിന്. എത്ര മാസം കൊണ്ട്? ഇത് കൊല്ലങ്ങളായി. നാലാമത്തെ വിഷുവാണ്. 4ാമത്തെ വിഷയമായി കഴിഞ്ഞു. ഒരു വിഷുവിന് പറ്റിയതാണ്, ഒരു ടൈലിന്റെ കോർണർ പറ്റിയതാണ്. ബാത്റൂമിൽ സ്ലിപ്പായിട്ട് ചെറിയൊരു മുറിവായിരുന്നു. മറ്റേ കാലിന് മുറിണ്ട്, ഞാൻ മുറിയൊക്കെ ഉണങ്ങിയല്ലേ കംപ്ലീറ്റ് തൊലി പുതിയ വന്ന്. നിങ്ങളെന്താ ജോലി ചെയ്യണേ? ഞാൻ ആർമിയിലായിരുന്നു, പിന്നെ കുറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങളെ ത്രൂ ഇപ്പോൾ ഒരു നോർമൽ സ്റ്റേജിലേക്ക് എത്തി. ഇതിന് ഫുള്ള് ഉണങ്ങണമെങ്കിൽ ആ പദ്യത്തിൽ നിൽക്കണമെന്നല്ലേ നിങ്ങൾ പരിപൂർണ്ണമായിട്ട് ഉണങ്ങിക്കോളും കേട്ടോ. ഏകദേശം സന്തോഷം തന്നെയാണ്. സന്തോഷമുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ നിങ്ങൾ അടുത്ത് ആ വീങ്ങിയ സമയത്ത് ഹോസ്പിറ്റലിൽ പോയി എന്താ പറഞ്ഞു? ഇവരുടെ ഒരു പറഞ്ഞു നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, ഏതായാലും അതും ഇതും കൂടി പറ്റില്ല, ആ ട്രീറ്റ്മെന്റ് ഇതും കൂടി പറ്റില്ല, നിങ്ങൾ ഒന്നൊക്കെ അത് നിർത്തണം, അല്ലെ ഇത് നിർത്തണം, രണ്ട് ട്രീറ്റ്മെന്റും കൂടി പറ്റില്ല. ഞാൻ വിചാരിച്ച ഇത്രയും 4 കൊല്ലമായിട്ടേക്ക് ക്ലിയർ ആവാത്താണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു 4 മാസം കൊണ്ട് ക്ലിയർ ആയില്ല. എന്നാലും മിക്കൊരു സമാധാനം തോന്നുന്നുണ്ട്. ഉണങ്ങി വരുന്നു, ഒക്കെ ക്ലിയർ ആവണം, വണ്ടി എടുക്കാൻ പറ്റണം, നടക്കാൻ പറ്റണം. ഇപ്പം ഞാൻ ചിന്തിച്ചു അവിടെ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ ക്ലിയർ ആക്കാൻ. ഏതായാലും സന്തോഷത്തിലാണ്, നല്ല ഹാപ്പിയാണ്. അത് എത്രത്തോളം നമ്മൾ നിൽക്കണോ അത്ര റിസൾട്ട് കാണിക്കുന്നുണ്ട് പറഞ്ഞ രീതിക്ക്. അതുകൊണ്ട് കാലിന്റെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ആദ്യത്തെ അവസ്ഥ ഒരാഴ്ച കൊണ്ടാക്കി ഈ റിസൾട്ട് കിട്ടിയത്. ഇത്ര വണ്ണുള്ള കാലായിരുന്നു, ഒരാഴ്ച കൊണ്ട് അത് മാറിയതായിരുന്നു. മാറിയിട്ട് പിന്നെയും ഞാൻ പദ്യം തെറ്റിച്ചോണ്ട് ഇത് നിങ്ങൾ മുറി ഉണങ്ങി കഴിഞ്ഞാലും 6 മാസത്തിന് ആ പഥ്യത്തിൽ നിൽക്കണം. പുളിയിലെ ഭക്ഷണം കഴിക്കുക, പുളിയിലെ ഭക്ഷണം ഒഴിവാക്കണം. പുളിയിലെ ഭക്ഷണം കൂട്ടിയാൽ പൊട്ടുന്നത്, രക്തവാദങ്ങളുണ്ട് കേട്ടോ.